നമസ്കാരം. മഹാരാഷ്ട്ര മതസ്വാതന്ത്ര്യ നിയമം 2026 ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ബില്ലിന് ഔദ്യോഗിക അംഗീകാരം നൽകിയതിനെ തുടർന്ന് ജൂലൈ 30-നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിയമവിരുദ്ധ മതപരിവർത്തന മാഫിയകൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കർശന നടപടിയെടുക്കാൻ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും ഇതിലൂടെ പൂർണ്ണ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഈ നിയമപരമായ മുന്നേറ്റം സമൂഹത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സാമൂഹിക ഐക്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇത്തരം ശക്തമായ നിയമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെയധികം വലുതാണ്. വരും നാളുകളിൽ സുരക്ഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുമെന്നതിൽ ഈ നിയമം ഒരു വഴിത്തിരിവായി മാറും എന്നതിലും ഒരു സംശയവുമില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം തകർക്കാനും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാനുമുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമാണ് പുതിയ നിയമം. വ്യക്തികളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ മറയാക്കി നടക്കുന്ന ചൂഷണങ്ങളെ കർശനമായി അമർച്ച ചെയ്യാൻ ഈ നിയമത്തിലൂടെ സാധിക്കും. വിവിധ സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ നിയമത്തിലൂടെ വ്യക്തമാകുന്നത്. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറ്റവാളികൾക്ക് മേൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്താനും ഈ നിയമം സഹായകരമാകും. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം വളർത്താനും ഈ നടപടികൾ വേഗത്തിൽ ഫലം കാണും. സമൂഹത്തിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു പ്രധാന വിഷയമാണ് വ്യാജ വിവാഹ വാഗ്ദാനങ്ങളും വഞ്ചനകളും പ്രയോഗിച്ചിട്ടുള്ള മതപരിവർത്തനങ്ങൾ. ഇത്തരം ചതിക്കുഴികളിൽ വീണ് ജീവിതം തകർന്ന നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെതിരെ ശക്തമായ നിയമപരമായ പരിഹാരം കണ്ടെത്തുക എന്നത് സർക്കാരിൻ്റെ അടിയന്തര ഉത്തരവാദിത്തമായിരുന്നു. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത്തരം ചതികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും സാധിക്കും. ഇത് കുറ്റവാളികൾക്കിടയിൽ വലിയ തോതിൽ ഭയം സൃഷ്ടിക്കുകയും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്മാറാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും. ഈ നിയമത്തിൻ്റെ സാധുതയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതിന് നൽകിയ ഔദ്യോഗിക അംഗീകാരമാണ്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജൂലൈ 30-നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ ഈ ഒരു സുപ്രധാന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഭരണഘടനാപരമായ മൂല്യങ്ങളും പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും എന്നതിനാലാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യങ്ങളും ജനങ്ങളുടെ ആശങ്കകളും പരിഗണിച്ചാണ് ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നതോടുകൂടി ഈ നിയമം സംസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ പോലീസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ഈ നിയമം വഴി സാധിക്കും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും നടത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നത് വഴി കുറ്റവാളികൾക്ക് പെട്ടെന്ന് നിയമപരമായ രക്ഷപ്പെടൽ സാധ്യമല്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. സുതാര്യവും ശക്തവുമായ അന്വേഷണം ഉറപ്പാക്കാൻ ഈ നിയമമേറെ ഗുണം ചെയ്യും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യവും സാംസ്കാരിക അടിത്തറയും സംരക്ഷിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. ആ ഒരു പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികൾക്കും ആഭ്യന്തര മാഫിയകൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ നിയമം. വൈവിധ്യം നിറഞ്ഞ സംസ്കാരത്തെ നിലനിർത്താനും സമൂഹത്തിൽ പരസ്പര വിശ്വാസം വളർത്താനും ഇത്തരം നിയമപരമായ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ്. പുതുതലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു സാമൂഹിക ചുറ്റുപാട് സമ്മാനിക്കാൻ ഇത്തരം ശക്തമായ ചുവടുവയ്പ്പുകൾ സഹായിക്കും. സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഈ നിയമം സർക്കാരിന് വലിയ പിന്തുണ നൽകും. ഏതൊരു നിയമവും വിജയം കാണുന്നത് അതിന് ലഭിക്കുന്ന പൊതുജനങ്ങളുടെ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. മഹാരാഷ്ട്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ മതസ്വാതന്ത്ര്യ നിയമത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ചുറ്റും നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ജനങ്ങളും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇത്തരം സാമൂഹിക തിന്മകളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കൂ. പൊതുജനങ്ങളുടെ അവബോധവും ജാഗ്രതയും ഈ നിയമത്തിൻ്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കും. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് കരുതുന്ന സാമൂഹിക വിരുദ്ധ ശക്തികൾക്കുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് ഈ നിയമം നൽകുന്നത്.
നിയമവിരുദ്ധ മതപരിവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന വ്യക്തമായ സൂചന കൂടിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കർശനമായ ശിക്ഷാ നടപടികളും ജാമ്യമില്ലാ വകുപ്പുകളും കുറ്റവാളികൾക്ക് വലിയ തിരിച്ചടിയാകും. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് തെറ്റ് ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും ഈ നിയമം ഉറപ്പു നൽകുന്നു. ഇത്തരം ശക്തമായ നടപടികൾ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകം അവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തന്നെയാണ്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ശക്തികളെ നിയന്ത്രിക്കുന്നതിലൂടെ സംസ്ഥാനത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും യാതൊരു ഭയവുമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത്തരം അസ്വസ്ഥതകൾക്ക് വിരാമമാകുമെന്നും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം. ഈ നിയമത്തിന്റെ വരവോടുകൂടി സമൂഹത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെയധികം വലുതായിരിക്കും. നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതോടെ ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടും. സമാനമായ രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളും ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ മുന്നോട്ട് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യവ്യാപകമായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ഒരു പൊതുവികാരം രൂപപ്പെടാൻ മഹാരാഷ്ട്രയുടെ തീരുമാനം കാരണമാകും. കൂടുതൽ സുരക്ഷിതവും നീതിപൂർവവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഈ നിയമം ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറും. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് പരസ്പര ബഹുമാനവും സമാധാനപരവുമായ സഹവർത്തിത്വമാണ് നിലനിൽക്കേണ്ടത്. അതിന് ഭംഗം വരുത്തുന്ന എല്ലാത്തരം ഗൂഢനീക്കങ്ങളെയും നിയമപരമായി നേരിടാൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഈ ഒരു പുതിയ നിയമം കൊണ്ട് സാധിക്കും. നീതിയുടെയും നിയമത്തിൻ്റെയും വഴിയിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ സമത്വവും നീതി ഉറപ്പാക്കാൻ സാധിക്കും. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും കൂടുതൽ സുരക്ഷിതമാകും. ഈ ഒരു ചരിത്രപരമായ തീരുമാനത്തിലൂടെ മഹാരാഷ്ട്ര സർക്കാർ മാതൃകയാകുകയാണ്. മഹാരാഷ്ട്ര സർക്കാരിന്റെ പുതിയ മതസ്വാതന്ത്ര്യ നിയമം 2026 എന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ഏടാണ്. വ്യാജ വാഗ്ദാനങ്ങളും ഭീഷണികളും നൽകി സമൂഹത്തിന്റെ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരെയുള്ള ഒരു കർശന നടപടിയാണിത്. ഇത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം വഴി കുറ്റവാളികൾക്ക് മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ അത്യന്താപേക്ഷിതം കൂടിയാണ്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഈ ഒരു പുതിയ നിയമപരമായ നീക്കവും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും വിലയിരുത്തുമ്പോൾ ഇതൊരു സാധാരണ നിയമനിർമ്മാണം എന്നതിലുപരി രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായുള്ള അതിനിർണായകമായ ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വ്യാജ വാഗ്ദാനങ്ങളും വഞ്ചനാപരമായ പ്രവർത്തികളും മുൻനിർത്തി സമൂഹത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് കടിഞ്ഞാണിടാൻ ഇത്തരം കർശന നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിന്റെ പഴുതുകൾ മുതലെടുത്ത് സാധാരണക്കാരുടെ ജീവിതവും വിശ്വാസങ്ങളും ചൂഷണം ചെയ്യുന്ന മാഫിയ സംഘങ്ങൾക്ക് മേൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം ലഭിക്കുന്നത് വഴി നീതിപൂർവമായ ഒരു സാമൂഹിക അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും യഥാർത്ഥ അർത്ഥം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മറവിൽ നടക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതെറിയാൻ ഈ നിയമം സർക്കാരിന് വലിയൊരു ആയുധമായി മാറുന്നു. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ ഗസറ്റ് വിജ്ഞാപനം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കരുത്താണ് വിളിച്ചോതുന്നത്. സുരക്ഷിതവും സമാധാനപൂർവവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുമെന്നതിൽ ജാഗ്രതയുള്ള പൗരന്മാരുടെയും ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിന്റെ ഒത്തൊരുമിച്ചുള്ള ഇടപെടലുകൾ എത്രത്തോളം പ്രധാനമാണെന്നത് ഇത്തരം തീരുമാനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാവിയിലേക്കുള്ള സുപ്രധാനമായ ഒരു വഴിമാറ്റമായി ഈ നിയമം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഈ ഒരു മാതൃകാപരമായ ചുവടുവയ്പ് മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രചോദനമായി മാറുമെന്ന് നമുക്ക് കരുതാം. വരും നാളുകളിൽ ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പൊതുവികാരം രൂപപ്പെടാനും വ്യാജ പ്രചാരണങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും പുതിയ തലമുറയെ സംരക്ഷിക്കാനും ഈ നിയമം ശക്തമായ പ്രതിരോധം തീർക്കും. നീതിയുടെയും നിയമത്തിൻ്റെയും വഴിയിലൂടെയുള്ള ഈ ഒരു മുന്നേറ്റം നമ്മുടെ രാജ്യത്തിൻ്റെയും മതേതരത്വവും സാംസ്കാരികവുമായ തനിമയും കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കട്ടെ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.